കൊതുക് ഒരു നിസ്സാര ജീവിയല്ല. കൊതുകുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളെയും അതിന് വേണ്ടുന്ന പ്രതിരോധ മാർഗങ്ങളെയും നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊതുക് ദിനത്തിൻ്റെ പ്രാധാന്യം ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിച്ചു വരുന്നത്. 1897 സർ റൊണാൾഡ് റോസ് മലേറിയ പരത്തുന്നത് കൊതുകാണെന്ന് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിച്ചു വരുന്നത്. കൊതുക് മൂലമുള്ള രോഗങ്ങളെ തുരത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പോരാട്ടത്തിൽ നമ്മൾ ഒരുപാട് മുന്നിട്ടാണെങ്കിലും മഴക്കാലത്ത് വരുമ്പോൾ വെള്ളക്കെട്ടുകളും മറ്റും ഉണ്ടാകുമ്പോൾ കൊതുകുകളുടെ ശല്യം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടികളായാലും മുതിർന്നവരായാലും ഡെങ്കു, മലേറിയ, ഡെങ്കിപ്പനി ഇതിലെ നിരവധി രോഗങ്ങൾ ഈ കൊതുകുകൾ മൂലം കൊതുക് പരത്തുന്നത് മൂലം ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നമ്മളും പ്രതിരോധ മാർഗങ്ങളിലും ഈ പോരാട്ടത്തിലും മുന്നിട്ട് നിൽക്കുക. കാരണം ഒരു കുട്ടിയുടെ ജീവനും നമ്മളുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാരെയും പറഞ്ഞ് മനസ്സിലാക്കുക. എവിടെയെങ്കിലും വെള്ളങ്ങൾ കെട്ടിക്കിടക്കുകയാണെങ്കിൽ പൂച്ചട്ടിയിലോ മറ്റോ കെട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ തുടർന്ന് മാതാപിതാക്കളെ അറിയിക്കുക. ഞങ്ങളത് കമഴ്ത്തിക്കളയും. അതൊരു പ്രതിരോധ മാർഗം. പിന്നെ കൊതുക് നെറ്റുകൾ ഉപയോഗിക്കുക. കാരണം വീട്ടിൽ സ്ക്രീന് കൊതുക് കയറാത്ത സ്ക്രീനുകൾ, ജനലിൽ, കതകളിലൊക്കെ ഉപയോഗിക്കുക. അതൊരു സുരക്ഷിത മാർഗമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, മഴക്കാല കാലഘട്ടത്തിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കൊതുക് നെറ്റ് ഉപയോഗിച്ച് മൂടി കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൊതുകിൻ്റെ രോഗങ്ങൾ കുറച്ച് കൂടുന്ന സാഹചര്യത്തിൽ മറ്റൊരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കും. എനിക്കിതെൻ്റെ അച്ഛൻ, ഹോമിയോ ഡോക്ടറായിട്ടുള്ള അച്ഛൻ എനിക്കിത് പരിചയപ്പെടുത്തി തന്നെയാണ്. ഇത് കുട്ടികൾക്ക് സുരക്ഷിതമാണ് എന്ന് നോക്കിയ ലേബൽ മാത്രമേ നിങ്ങളത് ഒരു ശിശുരോഗ വിദഗ്ധനുമായിട്ട് ബന്ധപ്പെട്ട ശേഷം നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിന് അലർജി ഉണ്ടോ, ഇത് തേക്കുമ്പോൾ എന്ന് പരിശോധിച്ച ശേഷം മാത്രം ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുക. ഇതൊരു സ്പ്രേ ആണ്, ഒഡോമോസിൻ്റെ കിഡ്സ് ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കുറേ നേരം ഇത് നിൽക്കും. നമ്മളൊരു ദൂര സ്ഥലത്തോ മറ്റോ പോകുമ്പോൾ പെട്ടെന്ന്, ഇതെപ്പോഴും ഉപയോഗിക്കണമെന്നല്ല, ഏറ്റവും ഒരു സുരക്ഷിതമായ മാർഗമാണിത്. ഇത് നമ്മൾ കൈകൊണ്ടെടുത്ത് കുട്ടിയുടെ ദേഹത്ത് തേച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള നിരവധി മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പലരുമായിട്ടും വിദഗ്ധരുമായിട്ടും ആലോചിച്ച് പൂർണ്ണമായിട്ടും കൊതുക് കടിച്ചുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മളും ഈ പോരാട്ടത്തിൽ പങ്കുചേരുക. കൊതുക് ഒരു നിസ്സാര ജീവിയല്ല.